So mission successful. सुबह से भाई Hello, good morning. Good morning. Good morning. എണീക്ക് നമുക്ക് തിരിച്ചു പോണ്ടേ എണീക്ക്. ആരൺ എണീക്കാരൻ, തിരിച്ചു പോണ്ടേ നമുക്ക്. പാക്കിംഗ് ഒക്കെ ചെയ്യണ്ടേ? പാക്കിംഗ് ചെയ്യാനുണ്ട്. വാ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 205 റൂമിലായിരുന്നു, സ്റ്റെർലിംഗ് ലേക്ക് വ്യൂവിൻ്റെ. ഇവിടെ എല്ലാവരും പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൈനൽ ഒരു ചെക്ക് നടക്കുകയാണ്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു വലിയൊരു TV ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എയർടെലിൻ്റെ സെറ്റപ്പ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം മലയാളം ചാനൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഒരു ടീ ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ജനൽ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൊടൈ ലേക്ക് വ്യൂ ആണ്. കണ്ടില്ലേ? ഇത് അത്യാവശ്യം ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇതേ സെയിം സീനറി തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. കണ്ടില്ലേ? ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയ കൂടെ തന്നെ ഒരു ചെറിയൊരു വാർഡ്രോബും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വാട്ടറൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ഇതാണ് ബെഡ്റൂം. കണ്ടില്ലേ? എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. കണ്ടോ? അത് മാത്രമല്ല, ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു വ്യൂ, ജസ്റ്റ് see this. ഇതാണ് നമ്മുടെ ബാത്റൂം. ഓക്കെ, അപ്പം ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, നമുക്ക് ഇന്നലെ കവർ ചെയ്യാൻ പറ്റാത്ത ഗുണ കേവ്സ്, പില്ലർ റോക്ക്, പിന്നെ പൈൻ ഫോറസ്റ്റ്, ഇവിടെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി സീസൺ ടൈം ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഈവൻ രാവിലെ നമ്മളിപ്പോൾ മോർണിംഗ് ഇപ്പോൾ 8:30 ആയിട്ട് പോലും അവിടുത്തെ ചെക്ക് പോസ്റ്റ്, അതായത് ഈ ഗുണ കേവിലേക്ക് കയറ്റി വിടുന്ന എൻട്രൻസിൽ വരെ ഒരു ബ്ലോക്ക് ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് മാപ്പിൽ. ലേക്ക് വ്യൂവിൻ്റെ അടുത്താണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ആദ്യമേ രാവിലെ തന്നെ ഈ ഗുണ കേവ്, പില്ലർ റോക്ക്, പൈൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട് അവിടെ. അതെല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾ അത് കഴിഞ്ഞ് പൂമ്പാറ, മന്നാമന്നൂർ ലേക്കിലേക്ക് പോവുക. തിരിച്ച് ഒരു സർക്കിളാണ് ആക്ച്വലി. ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അതുപോലെ തന്നെ മറ്റേ സൈഡിൽ കൂടെ തിരിച്ച് നമുക്ക് വീണ്ടും ലേക്കിൽ വരാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെ കൊടൈക്കനാലിൽ കാണാനുള്ളത്. നമുക്ക് 1 ഡേയിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണിതെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല മിസ്റ്റിയാണ്. കണ്ടോ? ജസ്റ്റ് ഒന്ന് വിൻഡോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? അപ്പോൾ മിക്കവാറും അപ്പോൾ ഗുണ കേവിൻ്റെ അവിടെ കാണാൻ നല്ല രസമായിരിക്കും. ഗൈസ്, ഇതാണ് ഗ്രീൻ വാലിയിലേക്കുള്ള എൻട്രൻസ്. നമ്മളിപ്പോൾ രാവിലെ 8:45 ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. കണ്ടോ? അതുപോലെ തന്നെ ഇതെല്ലാം ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ചിലതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് സൂയിസൈഡ് പോയിന്റ് എന്നുള്ള മാറ്റിയത് നല്ലൊരു കാര്യമായി പോയല്ലേ? അതെ, ഇപ്പോൾ ബോർഡിൽ സൂയിസൈഡ് പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരത് ഓൾഡ് നെയിം എന്ന് പറഞ്ഞാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ബിക്കോസ് ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ. രാവിലെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഗ്രീൻ വാലി
ഗ്രീൻ വാലിയിലെ വ്യൂ പോയിന്റിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകൾ കയറാനായിട്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. എനിക്കൊന്നൊരു 100 meters ഫ്രം ദ മെയിൻ റോഡ്. കയറി വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഗ്രീൻ വാലി കണ്ടോ? ഓ മൈ ഗോഡ്, അടിപൊളിയല്ലേ? ഗ്രീൻ വാലി, ഇതാണ് ഇതിന് പറ്റിയ പേര്, ഗ്രീൻ വാലി. ഹൗ ഈസ് ഇറ്റ് ആരൻ? ഇത്രയും തിരക്കില്ലാതെ ഗ്രീൻ വാലി നമ്മൾ കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ ഗ്രീൻ വാലി കണ്ടു, അത് കഴിഞ്ഞ് നേരെ പില്ലർ റോക്കിലേക്ക് പോവാണ്. രാവിലെ ഇപ്പോൾ 9 മണിയാവും. സ്റ്റിൽ നല്ല ബ്ലോക്ക് ഉണ്ട്, ഒരു രക്ഷയും ഇല്ല. ഇപ്പോൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, നല്ല ബ്ലോക്ക് ഉണ്ട്, കണ്ടോ, നല്ല. സോ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഗുണ കേവിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇത് ക്ലോസ് ആയിരുന്നു ഇവിടെ, ഇതിപ്പോൾ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പില്ലർ റോക്കിലേക്ക് വന്നേക്കുവാണ്. ഇച്ചിരി നല്ല മിസ്റ്റി ആയതുകൊണ്ട് രാവിലെ നമുക്ക് പില്ലർ റോക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. സോ അവർ പ്ലാൻ ഇസ് ടു ഗോ ടു ഗുണ കേവ്. ഇവിടെ ആക്ച്വലി ചെറിയൊരു, എനിക്ക് തോന്നുന്നു അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ അകത്തോട്ട് ചെറിയ പാർക്കൊക്കെ ഉണ്ട്, കണ്ടില്ലേ? സോ ഈ കാണുന്നതാണ് പില്ലർ റോക്ക്. സോ മിഷൻ സക്സസ്ഫുൾ. സോ ഇന്ന് രാവിലെ ഞങ്ങൾ ഇച്ചിരി ഒന്ന് പാനിക്കായി, ബിക്കോസ് പില്ലർ റോക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഫോറസ്റ്റുകാരുടെ വണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ബാക്കിൽ നമുക്ക് ആ ലൈൻ പിടിച്ച് വരാൻ പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ പില്ലർ റോക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഗുണ കേവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. സി ദ ഗുണ കേവ്, ദ മോസ്റ്റ് ഫേമസ് ഗുണ കേവ്, അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ. സോ ഗുണ കേവിലേക്കുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ചുറ്റും ഇങ്ങനെ യൂക്കാലിപ്റ്റസ് ട്രീ ഉണ്ട്. അതിൻ്റെ സ്മെല്ല് നമുക്ക് നല്ലപോലെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ, യൂക്കാലിപ്റ്റസ് ട്രീയുടെ. വാവ്. സി ഗൈസ്, ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, വരുന്നെങ്കിൽ രാവിലെ വരിക. ഗുണ കേവ് വിസിറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ രാവിലെ തന്നെ വരിക. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഇവിടെ ഇപ്പോൾ മിസ്റ്റ് ഉണ്ട്, ചെറിയ റെയിൻ ഉണ്ട്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൻട്രൻസിൽ നിന്നും കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ തന്നെ അവർ ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ് ലേഡീസിനും ജെൻസിനും. പിന്നെ പുറത്ത് തന്നെ അത്യാവശ്യം കഫറ്റീരിയാസ് ഉണ്ട്. ഗൈസ്, ഇന്നിത് കാണാൻ പറ്റും നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ബിക്കോസ് ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് 3 hours ഇവിടെ വേസ്റ്റ് ചെയ്തു റോഡിൽ. സോ അത് മാത്രമല്ല, ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ചെറിയൊരു ഫീലാണ്. പക്ഷേ അതിൻ്റെ കാരണം കയറി വരുന്നതിൻ്റെ അവിടെ ഒരു എന്താ പറയുക, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് അല്ല, ഒരു റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു 9 AM കഴിഞ്ഞിട്ടേ അവരത് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അത് ക്ലോസ് ആയതിൻ്റെ ഭാഗമായിട്ട് കണ്ട ഒരു ബ്ലോക്കായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ ശരിക്കും പേടിച്ചു. ഇതിപ്പോൾ കണ്ടില്ലേ, കണ്ടോ, എന്താ അടിപൊളിയല്ലേ? ഇത് കാണാതെ പോയിരുന്നെങ്കിലേ ചിക്കു. അയാലി wow. Whoa! Finally we reached.
അതിൽ നമ്മുടെ ഗുണ കേവിലേക്കുള്ള വ്യൂ ഇതാണ് കണ്ടോ. അടിപൊളി സ്ഥലം അല്ലേ, ഒരു രക്ഷയില്ല. വൗ. ഗൈസ് ഇത് കണ്ടായിരുന്നോ? ഗൈസ് ഇത് കണ്ടോ, ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള ഇവിടെ എല്ലാം കുഴികളാണ് കണ്ടോ, എല്ലാവരും മൂടി വെച്ചേക്കുക കണ്ടല്ലേ. അപ്പോൾ നമുക്കപ്പോൾ വ്യൂ പോയിന്റിലേക്ക് പോവാം. താങ്ക് യു. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടില്ലേ. അപ്പോൾ അതേ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് കയറാം. ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. കാണാൻ പറ്റുന്നുണ്ടോ ഒരു മങ്കിയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ മരത്തിൽ കണ്ടോ. സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു സ്റ്റാച്ചു ഒരു മരത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ നിൽക്കുന്ന ഈ ലാൻഡിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷനിലാണ് ഗുണ കേവിൻ്റെ. ഇവിടെ കാണാം കണ്ടോ ഗൈസ്. നമ്മുടെ ദൂരെ കുറച്ച് റോക്സ് കണ്ടായിരുന്നു, അവിടെയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒത്തിരി മങ്കീസ് ഉണ്ട് ഇവിടെ. ആണോ? അപ്പോൾ നമുക്കിനി പൈൻ ഫോറസ്റ്റിലേക്ക് പോയാലോ? പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ ആക്ച്വലി BSNL സിമ്മിന് നല്ല റേഞ്ച് ഉണ്ട്. വേറെ ഒരു സിമ്മിന് നമുക്കിവിടെ റേഞ്ച് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉള്ളതായിട്ട് കണ്ടില്ല. മേ ബി ഐ എം റോങ്, ബട്ട് BSNLന് നല്ല റേഞ്ച് ഉണ്ട് ഇവിടെ. സോ ഒരു BSNL സിം കരുതി കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ മൊത്തം 10 പേരുണ്ട്. ഞങ്ങളുടെ ഒരു ശാസ്ത്ര സംഘമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഞങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഗുണ കേവ് കാണാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഗുണ കേവ് കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വയനാട്ടിൻ്റെ ഏകദേശം ഒരു പ്രകൃതിയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ എടക്കൽ കേവ് കേട്ടിട്ടില്ലേ? എടക്കൽ കേവിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഞങ്ങളുടെ എല്ലാം താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ എടക്കൽ കേവിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നുന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ആംബിയൻസൊക്കെ നല്ല ആണ്, തണുപ്പുണ്ട്, കാലാവസ്ഥ അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നത്. അതാണ് പറയാനുള്ളത്. നമ്മുടെ നിഖിൽ ബ്രോൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു ദേശക്കഥ. അത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. സോ ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെ പോയി കുറച്ച് പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് തിരിച്ച് നേരെ നമ്മൾ പാക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമ്മളടുത്ത് ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലാണിപ്പോൾ നിൽക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ യൂക്കാലിപ്റ്റസിൻ്റെ ഇടയിൽ നിന്നും പൈൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ ചാടിക്കടന്നിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല, അടിപൊളി ആംബിയൻസ്, അടിപൊളി എന്ന് വെച്ചാൽ സീ ഇറ്റ് യുവർ സെൽഫ്. കണ്ടോ, വാവ്. നേരത്തെ ഒരു മരങ്ങളെല്ലാം ഒരു യെല്ലോയിഷ് കളറായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ് കളർ, നല്ല ഗ്രീനിഷ് ലീവ്സ് കണ്ടില്ലേ. ഇത് നമുക്ക് നമ്മുടെ യൂറോപ്യൻ സൈഡിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ട്രീ ആണ്, കണ്ടില്ലേ. അത് മാത്രമല്ല നമ്മളിവിടെ ഏർലി മോർണിംഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ, ഒരു മനുഷ്യരില്ല ഇവിടെ, ആരുമില്ല. സോ നമ്മളിവിടെ അങ്ങനെ കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇവിടെ മിസ്റ്റ് പതിയെ വരുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. എനിക്കറിയില്ല ഇത്രയും വലിയൊരു സീസൺ ടൈമിൽ ഇവിടെ ഒരു മനുഷ്യരെ ഇല്ലാതെ ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്.
പൈൻ ഫോറസ്റ്റ് കണ്ടു. ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം. ഇവിടെ നല്ല മിസ്റ്റാണ്. മിസ്റ്റ് ഇങ്ങനെ കൂടി വരും കേട്ടോ. നമുക്കിപ്പോൾ റോഡ് കാണാൻ പറ്റുന്നില്ല. റോഡിൻ്റെ വിസിബിലിറ്റി തീരെ കുറവാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഹോൺ അടിച്ചിട്ട് പോകാനായിട്ട്. അത് ആക്ച്വലി മേ ബി അത് അനിമൽസിനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. നമ്മളിപ്പോൾ ഫോഗ് ലാമ്പൊക്കെ ഓൺ ചെയ്ത് പോവാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്ത വ്യൂ പോയിന്റ്, അതായത് മൊയർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കൗണ്ടർ ഇവിടെയാണ്. ടിക്കറ്റ്സ് എല്ലാം വളരെ ചീപ്പാട്ടോ. ഇവിടെ 10 രൂപയ്ക്ക് കണ്ടേ വരുന്നുള്ളൂ. അതിന് ടിക്കറ്റ് ചാർജ് എവ്വളോ? 10 rupees. ഇപ്പൊ ഇവിടെ നല്ല മിസ്റ്റും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മഴയും കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഇവിടെ ഒരു ബൈസൺ, ഒരു സ്ട്രോങ് മസിൽസ് ഒക്കെ ഉള്ള ബൈസന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ തന്നെ ഒരു പില്ലറും ഉണ്ട്. സ്ട്രോങ് ബൈസൺ അല്ലേ. നമ്മളിവിടെ വന്നപ്പോ കണ്ടില്ലേ, നമ്മളൊരു മയിലിനെ കണ്ടായിരുന്നു. നമുക്ക് മയിലിനെ കണ്ടോ? സിംഹവാലൻ കുരങ്ങനെ കണ്ടായിരുന്നു. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഇച്ചിരി ഉള്ളിലോട്ടായിരിക്കുന്നേ. കണ്ടോ ഇവിടെ ടോട്ടല് എനിക്കിപ്പോ വീഡിയോയിൽ ഇപ്പൊ 3 കാണാം. 4 ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡായി. ലൈക്ക് വി ഹാവ് വിസിറ്റഡ് ഓൾമോസ്റ്റ് all the sites in Kodaikanal, and now we are heading back to Trivandrum. Maybe 5 hours kanikkunnallu, maybe like we'll be there by 10:30, but anyway we have to take a halt for a dinner. Yeah, but overall it was very nice, except for little things like regarding the water bottles and regarding the traffic. It was heavy traffic because it could be because of the season. So basically it was a nice experience. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓർ എൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നല്ല കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എങ്ങനെ നമുക്ക് വീഡിയോസ് ബെറ്റർ ആക്കാം എന്നുള്ള കമൻസോട് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കുക. ആൻഡ് പ്ലീസ് ടു ഷെയർ അവർ വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ ഐ വിഷ് യു ഓൾ ഗൈസ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെ ഹൃദയം, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അതുപോലെ തന്നെ അലിയുടെയും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ വിഷസ്. ബൈ ബൈ. Bye. Bye bye.